അവരോട് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ടീമെ, നിങ്ങൾ പറയുന്ന പ്രകാരം ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തിപ്പോ. നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. കാരണം നമ്മളിങ്ങനെ ആളുകളെ പറ്റിച്ചും അവരുടെ പ്രാക്ക് നേടി നമ്മൾ ഉണ്ടാക്കുന്ന പൈസ വാഴുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വാഴത്തില്ല. അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഈ ലോകത്തുള്ള ഏത് മനുഷ്യനായാലും മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ശാപം കിട്ടി, അവരുടെ ഒരു പ്രാക്ക് കിട്ടി, നമ്മളൊരു സാധനം ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 10,000 രൂപയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ വഴിക്ക് പോകും. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഇതിനു മുമ്പ് ഞാൻ 2-3-4 ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ജനുവരി 22-ന് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡെലിവറി 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 2nd വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇവരെങ്ങനെയാണ് ഈ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സൗകര്യമായിരിക്കും. കാരണം ഞങ്ങൾക്കും കൂടെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4ാമത്തെ മാസമാണ്. ഇത്രയും മാസമായിട്ടും നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആന വലുപ്പത്തിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ആൾക്കാരെ പറ്റിക്കാനാണോ? അതോ ഞങ്ങളുടെയൊക്കെ പൈസ വാങ്ങിയിട്ട് നിങ്ങൾ സുഖിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം, അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത്. അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്നറിയാവോ? റെപ്രസെന്റേറ്റീവ് ബിസിയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസെന്റേറ്റീവ് ബിസിയാണ്, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ് ഈ വരുന്നത്. കാരണം അവർ ആ മെയിൽ വായിക്കാൻ പോലും അവരൊരാളെ അവിടെ വെച്ചിട്ടില്ല. അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ 30 വർക്കിംഗ് ഡേയ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ് ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു മറുപടി അതല്ല വരേണ്ടത്. 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് എനിക്ക് വരേണ്ടത്. ഇതെന്ന് വെച്ചാൽ അവരൊരു ഓട്ടോ റിപ്ലൈ പോലെ സെറ്റാക്കി വെച്ചിരിക്കുക ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് ക്യാഷ് നിങ്ങൾ ആദ്യമേ വാങ്ങുന്നുണ്ട്. ക്യാഷ് വാങ്ങി കൈ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരെ പറ്റിക്കുന്നത്.